ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത് റിലീസ് ആകുമ്പോഴാണ് 2 ദിവസത്തിനുള്ളിൽ, അതായത് മെയ് 1 മൂവി റിലീസ് ആകുന്നത്. നമുക്കറിയാം നിവിൻ പോളി ഒരു അടിപൊളി ഒരു കംബാക്ക് ആണ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷമിലൂടെ തന്നിരിക്കുന്നത്. ആ ഒരു ജസ്റ്റ് ഒരു ക്യാമിയോ ലുക്ക് ആണെങ്കിൽ പോലും ഫുൾ മൂവി തൂക്കിക്കൊണ്ട് പോയത് നിവിൻ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഇവരൊരു വേറൊരു കോംബോ ആണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പോളിയും ആ ഒരു കൂട്ടത്തിൽ മറ്റേ ഗ്ലിംസ് വീഡിയോ 6 മിനിറ്റ് നമ്മുടെ അനൗൺസ്മെന്റ് വീഡിയോ യുണീക് സംഭവമായിരുന്നു. ഇപ്പോഴും നമ്മളത് ഓർത്തിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ അത് അത്രമാത്രം പഞ്ച് നമുക്ക് തന്നുകൊണ്ട് മാത്രമാണ്. അപ്പം ഇതിന്റെ സോങ് വന്നത് വിച്ച് ഈസ് ലൈക്ക് വേൾഡ് മലയാളി ആന്തം. എനിക്ക് തോന്നുന്നു എനിക്കിപ്പം പെട്ടെന്ന് അങ്ങനെ മലയാളികളുടെ ഒരു ആന്തമായിട്ട് ഓർമ്മ വരുന്നത് മറ്റേ മല്ലു എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ റിനോഷിന്റെ ബിഗ് ബോസ് റിനോഷിന്റെ സോങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഓവർ റൈറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതെ, ഭയങ്കര ട്രെൻഡിങ്ങിലൊക്കെ ഇപ്പോഴും സ്റ്റിൽ ട്രെൻഡിങ്ങിലാണ്. ഇത് ട്രെയിലർ ഒന്നും ഞാൻ കണ്ടില്ല, നമ്മൾ മിസ്സായി പോയതാണോ എനിക്ക് അറിയത്തില്ല. ലൈക്ക് അവരെന്നാ ഇത് ട്രെയിലർ ഇല്ല എന്നുള്ളതാണോ നമുക്കറിയത്തില്ല. നമുക്കറിയില്ലല്ലോ എന്താ ആന്തം ഇതിനകത്ത് ചില ഡയലോഗ്സും അങ്ങനെ വേർഷൻസും ആയിരിക്കും. മേ ബി അങ്ങനെ കണ്ടു നോക്കാം അല്ലേ. ബ്രോ കൃഷ്ണ സോങ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ബ്രോ ഒന്നും പറഞ്ഞില്ല. എടാ 36 ദിവസം കൊണ്ട് നീ 86 ദിവസം ഷൂട്ട് ചെയ്തു. ഓഞ്ഞ വിഗ് തന്നെ നീ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പോരാത്തിന് എന്റെ ബാക്ക് വിറ്റ് നീ ട്രെൻഡിങ് ആക്കി. ഇനി ഞാൻ നിനക്ക് പ്രൊമോ സോങ് ഡേറ്റ് തരണതാ, ചതിയാ. അതെല്ലാം വിട്, പ്രൊമോഷൻ എങ്കിലും വന്നൂടെ. പ്രൊമോഷനോ? ഈ യൂത്ത് ഐക്കൻ സാറായി ഞാനോ? ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മൂവി സ്ക്രീൻ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഇത്രയും പോപ്പുലറായി ഞാൻ പ്രൊമോഷൻ ചെയ്യണം. ഡിജോ, നീ ഇതൊക്കെ പോയാൽ പുതിയ പിള്ളേരോട് പറ. അല്ല ബ്രോ, ഞാൻ ഒന്ന് പറയട്ടെ ബ്രോ. ഇല്ല ഇല്ല ഇല്ല, നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാനിത് ചെയ്യൂല. സിമിലർ ടു ദാറ്റ് അനൗൺസ്മെന്റ് വീഡിയോ അല്ലേ? മലയാളി ആന്തം begins. ഓഹോ, അഗൈൻ ഒരു വെറൈറ്റി ഇൻട്രോ. ടൈറ്റിൽ വരുന്ന ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. നിന്റെ ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽ കുന്നംകുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. വേഷം നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല. വേഷം കെട്ട് കളിച്ചാലോർത്തോ കേരളമാണ് പൊറുക്കില്ല. ഇളയം കളിയുടെ നാടാ, അയ്യപ്പന്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ചന്റെ നാടാ, നാടാ കൊച്ചുണ്ണിയുടെ നാടാ, വറങ്ങിയ വിറപ്പിച്ച കുഞ്ഞാലിന്റെ ചോര മണ്ണാടാ. ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ, വിധികടലും കടന്നൊരു വിളിയ, മലയാളി ഫ്രം ഇന്ത്യ. ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, എന്തിൽ ചന്ദ്രന് പോലും ഉണ്ടടാ, മലയാളി ഫ്രം ഇന്ത്യ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. കോട്ടകളമ്പര ചുംബികൾ ഞങ്ങൾ കെട്ടണതേ,
ഹലോ മലയാളികളമ്പിളി മണ്ണിൽ ചായ കൊടുക്കണടേ ഒരു ജാതി ഒരു ദൈവം ഗുരുവിൻ മണ്ണ 18 പല പല പണികളെ അതിജീവിച്ചൊരു ദൈവത്തിൻ നാടാ പുരുഷൻ കുറിയും ഞങ്ങൾ വരയ്ക്കും തൊപ്പിയും വെക്കും കാവിയുടക്കിപ്പോരിറങ്ങും ലോകം ഉള്ളം കയ്യിലെടുക്കും പുറകളിൽ തക്കരകളിൽ അടവുകൾ പടവുകൾ തക്കരകളിൽ அடிபுடி இருந்தாலும் நீயும் நான சகோதர அடிப்படையில் தமிழ் சொந்தக்கார மலையாளி மலை மேல ஏறி அந்த நிலவுல ஏறி நம்ம செட்ட பண்ண சாய கடை அங்கேயும் தமிழ்ல வருவா மச்சான் அட்டி போட எங்க தளபதி பாட்ட போட்டு டான்ஸ் ஆட வந்த கட்டி போட நம்ம போகாத நாடு ரொம்ப வீக் போல எனக்கு ஜல்லிக்கட்டு கலரி பூக்கிட்டு சாப்பிட்டா பேசுனா மொழிய கத்துக்கிட்டு வள்ளிய பொத்துக்கிட்டு அடுத்து கேக்குற இந்தியா பேசும் ஒரே மொழி ஹிந்தியா நாம இந்தியா நான் இல்லையான்னு கொஞ்சம் சொல்லையா சைட் டவுன் ஒரு துனியா அதிமுங்கி நடக்கண பகையா கடலு கடന്നൊരു വിളിയാ എട മലയാളി from India ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ചന്ദ്രൻ പോലും നൈസ് പൊളിച്ചു നൈസ്. പൊളി Oh God, I'm so excited for this movie. കുറച്ച് ഇമോഷണലും ആയിരുന്നല്ലേ ചില ലിറിക്സ് ഒക്കെ. ഗൂസ്ബംസ് വന്ന ഒരു മൊമെന്റ് ഒക്കെ ആയിരുന്നു. ആക്ച്വലി ട്രൂലി ഐ തിങ്ക് ഇതൊരു നെക്സ്റ്റ് ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ആന്തം തന്നെയാണ് ഫോർ മലയാളീസ് അല്ലെ. അടുത്ത ഒരു കുറച്ച് കുറച്ച് ഓണപരിപാടികളൊക്കെ കളറാക്കാനൊക്കെ ഇതൊക്കെ പരിപാടികളിലും ഈ പാട്ടുണ്ടായിരിക്കും. അതെ, സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ആ ഒരു സിമിലർ ടു നമ്മുടെ അനൗൺസ്മെന്റ് വീഡിയോ പോലൊക്കെ തന്നെ ഒരു കുറച്ച് ഇതൊരു ലെങ്തി ആണല്ലേ, 5 minutes 35 seconds, but again a wonderful song. നമ്മള് കേട്ടിരുന്നോണ്ട് പോകും. അതെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നിയില്ല ഇറ്റ്സ് സോ ലെങ്തി കൈൻഡ് ഓഫ് അങ്ങനെ ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അടിപൊളി. അത് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു എന്റെ വിഗ് വെച്ച് കാശുണ്ടാക്കി എന്റെ ബാഗ് വെച്ച് കാശുണ്ടാക്കി ഇനി പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദെൻ ഒരു എന്താ പറയുക ഒരു പെപ്പി സോങ് ആയിരുന്നു വിച്ച് ലൈക്ക് നമ്മുടെ മലയാളികളുടെയും അതുപോലെ നമ്മുടെ മലയാളികളുടെ ഫീച്ചേഴ്സിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സോങ്ങും അതായത് നമ്മള് കറക്റ്റ് ആണ് ഈ പറയുന്നത് നമ്മുടെ ലണ്ടൻ കോട്ടയമാക്കി മാറ്റും, ന്യൂയോർക്ക് കൊച്ചിയാക്കി മാറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളാ പറയുന്നത് ലോകത്തിൽ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടായിരിക്കും. ഏതൊരു മൂലയിൽ ചെന്നാലും ഒരു മലയാളിനെ കണ്ടിട്ട് ഐ ഫ്രം ഇന്ത്യ മലയാളി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വരുന്നത് വേറെ ഒന്ന് തന്നെയാണ് എവിടെ പോയാലും. ആൻഡ് ഇതിപ്പം എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തോന്നിയത് മറ്റേ നമ്മുടെ തമിഴ് റാപ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സർപ്രൈസ് എലിമെന്റ് ആയിരുന്നു. ബട്ട് അതിനകത്ത് തലേവറിന്റെ ഫാൻസും ലൈക്ക് തമിഴിയൻസ് ആൻഡ് കേരളൈറ്റ്സ് നമ്മൾ ഭയങ്കര ഒരു ബോണ്ട് ഷെയർ ചെയ്യുന്നതും ഈവൻ ആ ഹിസ്റ്റോറിക് കണക്ഷൻ സംതിങ് ഒക്കെ ഉള്ളതും ഒക്കെ കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന മറ്റേ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റി പറയാൻ മറ്റേ അയ്യങ്കാളിയുടെ നാടാണ്, അയ്യപ്പന്റെ നാടാണ്, അങ്ങനെ ഒരു ദൈവം ഒരു മതം മനുഷ്യനൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ചിൽസ് എന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ടോട്ടലി ഒരു ഗൂസ് ബംപ്സ് ആസ് വെൽ ആസ് ഒരു ഇമോഷൻ. പക്ഷെ ഒരു നല്ല ഒരു വൈബ് അടിച്ച് കേൾക്കാൻ പറ്റിയ ഒരു പാട്ട് എന്ന രീതിയിൽ. അപ്പം ഇപ്പൊ റിലീസ് ആകുമ്പോഴാണ് 1-ാം തീയതി ഇതിന്റെ ട്രെയിലർ ഒന്നും ഇന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ തന്നെ മതി അല്ലെ, ഈ ഒരു 2 വീഡിയോസ് മതി, ആ അനൗൺസ്മെന്റ് വീഡിയോയും ഈ ഒരു ആന്തമും. അടിപൊളി ക്ലിയർ കട്ടാണ്. ആൻഡ് ഇത് തന്നെ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും, ലൈക്ക് എന്താണ് മൂവിനകത്തുള്ളത് എന്താണുള്ളത്. അഫ്കോഴ്സ് ഇത് ലൈക്ക് ആ ഒരു മലയാളി അബ്രോഡ് പോകുന്ന ആ ഒരു കാശുണ്ടാക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ റിലേറ്റഡ് തന്നെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. യെസ്, സോ ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ ടുവേർഡ്സ് വേൾഡ് മലയാളി ആന്തം ആൻഡ് സ്റ്റിൽ ട്രെൻഡിങ്. കം ഓൺ ഗൈസ്, ദിസ് ഇസ് ബൈ ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക്. ഇത് നമ്മൾ പാടിയവരെ പറഞ്ഞില്ല, ഈവൻ ദോ ഇറ്റ്സ് നോട്ട് നീഡഡ്. ഓക്കെ, ലിറിക്സ് ഷാരിസ് മുഹമ്മദ് ആണ്. സിംഗേഴ്സ് അക്ഷയ് ഉണ്ണികൃഷ്ണൻ ജെയ്ക്സ് ബിജോയും പാടിയിട്ടുണ്ട്. തമിഴ് റാപ്പ് ചെയ്തത് അസൽ കോലാർ ആണ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്.